ഹലോ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? ഞാനിവിടെ ഞങ്ങളുടെ പറമ്പിലേക്ക് വന്നതാട്ടോ. ഇവിടെ ഞങ്ങളുടെ വീട് പണി നടക്കുന്നുണ്ട്. പണിക്കാരും ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്കും ഈ പറമ്പിലേക്കും സ്വാഗതം. 2 വർഷം മുമ്പ് കുറച്ച് തൈകളൊക്കെ വാങ്ങിയിട്ട് ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നേ. ആ തൈകളൊക്കെ വാങ്ങിയപ്പോൾ ഫ്രീ ആയിട്ട് ഒരു നാരകത്തൈയും തന്നിരുന്നു. ചെറുനാരങ്ങയാണെന്ന് അവർ പറഞ്ഞിരുന്നത് കേട്ടോ. ആ തൈ ആണ് ഇതാ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്. ഇപ്പോൾ ഇതിൽ കായ ഉണ്ടായിട്ടുണ്ട്. ഇതെന്ത് നാരങ്ങയാണാവോ? ചെറുനാരങ്ങയല്ല, കയ്പുണ്ട്. മാൾട്ട എന്നും പറയുന്നുണ്ട്. ഇത് തന്നെയാണോ ഒടിച്ചു കുത്തി നാരങ്ങ എന്ന് പറയുന്നത് എന്ന് എനിക്കറിയില്ല. കയ്പുള്ളതുകൊണ്ടാണ് ഒടിച്ചു കുത്തി നാരങ്ങ എന്ന് പറയുന്നത്. ഏതായാലും ഇത് ചെറുനാരങ്ങ ആയിരുന്നെങ്കിൽ ഈ ഒരു വേനൽക്കാലത്ത് നല്ല ഉപകാരം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ചെറുനാരങ്ങയല്ല. ഈ നാരങ്ങ പിഴിഞ്ഞിട്ട് ജ്യൂസ് കിട്ടുന്നില്ല. ആദ്യം കഴിച്ചപ്പോൾ എണ്ണം കുറവായിരുന്നു നാരങ്ങ, പക്ഷെ നല്ല വലിപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ എണ്ണം തുടങ്ങി, വലിപ്പം കുറഞ്ഞു. നല്ല മഞ്ഞ നിറം ഉണ്ടാവും കേട്ടോ പഴുക്കുമ്പോൾ. അച്ചാറിടാനേ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് ഇവിടെ ആകെയുള്ള കായ്ക്കുന്ന മാവാണ് കേട്ടോ. 2 തൈകളാണ്. മാങ്ങയൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇക്കൊല്ലം മാങ്ങയില്ല. ഈ ഭാഗത്തൊന്നും മാങ്ങയില്ല കേട്ടോ. ഏതായാലും കുറച്ച് മാങ്ങയൊക്കെ ഉണ്ടല്ലോ. ആ ഉള്ളതിൽ നിന്നൊരു 4 മാങ്ങ പറിച്ചിട്ട് അച്ചാറിടണം. അതിനാണ് ഇപ്പം ഞാനിങ്ങോട്ട് വന്നത്. ഇവിടെ വീട് പണി നടക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞങ്ങളിവിടെ താമസിക്കുന്നില്ലല്ലോ. മാങ്ങയൊക്കെ ആരൊക്കെയോ കൊണ്ടുപോകുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. താഴെയാണെങ്കിൽ കുറേ വാടി വീണിട്ടുണ്ട്. ഇതിലൊക്കെ ബാക്കിയായിട്ട് കിട്ടുന്ന മാങ്ങ ഉണ്ടാവും. പിന്നെ പുഴു കുത്തിയിട്ടുണ്ട് കേട്ടോ നിറയെ. എത്ര മാങ്ങ ബാക്കിയായിട്ട് പഴുത്തൊക്കെ കിട്ടും എന്നറിയില്ല. എൻ്റെ ഡ്രാഗൺ ചെടിയും കണ്ടോ, ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയിട്ട് മാങ്ങ ഉണ്ടായിട്ടുണ്ട്. മുറ്റത്ത് കുറേ ചെടി ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അവിടെ പണി തുടങ്ങിയപ്പോൾ ഇതാ ഇവിടേക്ക് മാറ്റി. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് നനയ്ക്കാൻ കഴിഞ്ഞില്ല. ആ വേനൽ തുടങ്ങുമ്പോൾ തന്നെ ഇത് കുറേ ഉണങ്ങിപ്പോയി. കണ്ടോ, ബോഗൈൻവില്ലയൊക്കെ ഇപ്പോൾ എന്തുപോലെ പൂക്കേണ്ട സമയമാണ്. നോട്ടം ഉണ്ടായില്ല. അപ്പോൾ ഇനി ഇതിലൊക്കെ ബാക്കിയായി കിട്ടുന്നതൊക്കെ കിട്ടും. അതൊക്കെ വെച്ചിട്ട് പുതിയ ഗാർഡനൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇനി മാങ്ങയൊക്കെ പറിക്കട്ടെ. ഇവിടെ നിന്നാൽ അങ്ങനെ നിൽക്കും. വേഗം മാങ്ങ പറിച്ചിട്ട് വീട്ടിൽ പോയിട്ട് അച്ചാറിടണം. അപ്പം നമുക്കിനി കിച്ചണിൽ കാണാം. ആദ്യം എടുത്ത് മുറിച്ച മാങ്ങ തന്നെ വാടിയതായി. അതവിടെ കിടക്കട്ടെ. ഇനി ഇവനെ എടുത്തിട്ട് നോക്കട്ടെ. ഇതെന്തായാലും വാടിയിട്ടില്ല. വാടിയ മാങ്ങ ഞാൻ കളയില്ല കേട്ടോ. ആദ്യം തന്നെ അതിനെ മുറിക്കാൻ എനിക്കൊരു മടി തോന്നി, അത്രയേ ഉള്ളൂ. എനിക്ക് ഏത് കഷ്ണം മുറിക്കുകയാണെങ്കിലും കട്ടിംഗ് ബോർഡ് വേണം കേട്ടോ. ചിലരൊക്കെ കണ്ടിട്ടില്ലേ ഫിംഗർ ക്യാപ്പ് വലിച്ചിട്ടിട്ട് കയ്യിൽ പിടിച്ച് എളുപ്പം അരിയുന്നത്. എനിക്ക് അങ്ങനെ പറ്റില്ല കേട്ടോ. നിങ്ങൾക്ക് ഏതാ എളുപ്പം? ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ കണ്ണിമാങ്ങ ഇങ്ങനെ ഉപ്പും കൂട്ടിയിട്ട് കടിച്ച് മുറിച്ചൊക്കെ തിന്നും സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ. എന്നിട്ട് ഇങ്ങനെ അണ്ടി എടുക്കും. ഇത് വളരെ സോഫ്റ്റ് ആണല്ലോ. ഈ അണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഞെക്കിയിട്ട് മേലോട്ട് ഇങ്ങനെ വീഴ്ത്തും. അപ്പോൾ കുറേ ഉയരത്തിൽ ചാടിയിട്ടുണ്ടെങ്കിൽ ഈ അണ്ടി ആണാണെന്ന് പറയും. അല്ല ചാടാതെ ഇങ്ങനെ കൊഴിഞ്ഞാണ് വീണതെങ്കിൽ ഇത് പെണ്ണാണെന്ന് പറയും. അങ്ങനെ കുറേ കളിക്കുമായിരുന്നു. അപ്പോൾ അവിടെയും പെണ്ണാണെങ്കിൽ കുഴഞ്ഞിങ്ങനെ വീഴും. അപ്പോൾ പെണ്ണ് അബലയാണ് എന്നുള്ളൊരു ചിത്രീകരണമാണ് അവിടെ ഉണ്ടായിരുന്നത് അല്ലേ. അന്ന് അതിനെപ്പറ്റിയൊന്നും ബോധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കളിക്കും. നമ്മളെ കൂടെ വരുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ചാടിപ്പോയാൽ ആണാണ് എന്ന് പറയും. ഇപ്പോഴാണെങ്കിൽ സമ്മതിക്കില്ല കേട്ടോ. ഇപ്പോഴാണെങ്കിൽ ഇങ്ങനെ ചാടിപ്പോയാൽ പെണ്ണാണ്, പെണ്ണങ്ങനെ കുഴഞ്ഞു വീഴുന്നില്ല അതൊക്കെ പറയും. അന്ന് അങ്ങനെയൊന്നും ബോധമില്ലല്ലോ അത്രയൊന്നും. എന്തായാലും അന്നത്തെ ആ ഒരു ഓർമ്മയിൽ ഒരു കഷ്ണം മാങ്ങ ഉപ്പൊക്കെ കൂട്ടിയിട്ടൊന്ന് കഴിച്ചോട്ടെ കേട്ടോ. ഉപ്പെല്ലാം ആദ്യമായിട്ട് കഴിക്കുകയാണേ. നല്ല പുളിയോ. നമ്മളെ പല്ല് തേക്കാൻ വെക്കില്ല. കട്ടിംഗ് ബോർഡിൽ തന്നെ കഷ്ണങ്ങൾ ഇരുന്നാൽ പറ്റില്ലല്ലോ. ഇനി കുറച്ച് ഉപ്പിൽ കിടന്നിട്ട് ഇവരൊക്കെ പരുവപ്പെടട്ടെ. കല്ലുപ്പില്ല, അതുകൊണ്ടാണ് പൊടിയുപ്പ് ചേർത്തത്. കുറച്ച് നല്ലെണ്ണ വെച്ചിട്ടുണ്ട്. നല്ലെണ്ണയിൽ കിടന്നിട്ട് കടുക് അതാ ബഹളം വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. വാങ്ങി വെച്ച് മാറ്റി വെച്ചു. കൂട്ടിന് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ആ ഫ്ലെയിമിൽ നിന്ന് ഈ കരണ്ടി മാറ്റി വെച്ചത് എന്തിനാന്നിപ്പോൾ പിടികിട്ടിയില്ലേ? മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റുമോ? തുമ്മിയിട്ടും ചുമച്ചിട്ടും
മൂക്കിലൂടെ എരിവ് കയറിയിട്ടും നിൽക്കില്ലല്ലോ, അതുകൊണ്ടാണ്. ഇവിടെ എല്ലാവർക്കും നല്ല ഗ്രേവി വേണം, പിക്കിളിൽ നല്ല തിക്ക് ഗ്രേവി. അതുകൊണ്ട് ഞാൻ കുറച്ച് അച്ചാർ പൊടി കൂടി ഇതിൽ ചേർക്കും. പിന്നെ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളവും ചേർക്കും. അച്ചാർ പൊടിയിൽ കായം ഉലുവ ഒക്കെ ഉണ്ടായിരിക്കും, എന്നാലും ഞാൻ കായം പൊടി ഉലുവപ്പൊടിയൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുക്കും. അപ്പം അതെല്ലാം ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാങ്ങാച്ചാറൊക്കെ റെഡിയായി. ഇതെന്താണെന്നറിയോ? ഫസ്റ്റിൽ ഞാൻ നാരകം കാണിച്ചു തന്നില്ലേ, അതിലെ കായാണ്. 4 ദിവസം മുന്നേ പറിച്ചതായിരുന്നു, പഴുക്കാനായത്. ഒന്നും കൂടി പഴുക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് വെച്ചതായിരുന്നു. ഇതിനെ എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റാൻ വേണ്ടി എണ്ണയിലിട്ടു, പക്ഷേ എനിക്കത് അത്ര സെറ്റായില്ല. ഞാൻ വേഗം വാങ്ങി വെച്ചു. ഈ നാരങ്ങ അച്ചാറിടാൻ സത്യത്തിൽ എനിക്കറിയില്ല കേട്ടോ. ആദ്യം നാരങ്ങ ഉണ്ടായപ്പോൾ ഞാനത് വെള്ളത്തിലിട്ട് പുഴുങ്ങി, ഒരു 2-3 മിനിറ്റ് പുഴുങ്ങിയെടുത്തതിന് ശേഷം മുറിച്ചിട്ട് അച്ചാറാക്കുകയാണ് ചെയ്തത്. അതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ കയ്പും ഉണ്ടായിരുന്നില്ല. അച്ചാർ പൊടി മാത്രം ചേർത്തിട്ടുള്ള അച്ചാറായിരുന്നു. പിന്നെ ആപ്പിൾ സിഡർ വിനെഗറും കൂടി ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കും വലിയ കയ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെയല്ല, ഒന്ന് വഴറ്റിയിട്ട് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വഴറ്റിൽ ആദ്യം തന്നെ അങ്ങോട്ട് ശരിയായില്ല. അപ്പം ഇനി ഇത് അരിഞ്ഞതിന് ശേഷം വഴറ്റാം. എല്ലാം ഓരോ പരീക്ഷണമല്ലേ, ഇങ്ങനെ ഇട്ട് നോക്കട്ടെ. കയ്പ് കൂടുമോ കുറയോ എന്നൊന്നും അറിയില്ല. ഈ നാരങ്ങ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇവിടെ ഞാൻ മാത്രമേ ഇത് കഴിക്കുള്ളൂ കേട്ടോ. ശ്രീയേട്ടനും കുറച്ച് കഴിക്കും. അപ്പോൾ ഇത് തൊട്ട് നോക്കില്ല. പൊന്നൂന് ഇഷ്ടമാണ്, പക്ഷെ അവളിവിടെ ഇല്ലല്ലോ. ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു. ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടി. നേരത്തെ ചെയ്തതുപോലെ ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെച്ചു. ഇനി ബാക്കി ഇവിടെ ഇരുന്ന് പൊട്ടിക്കോളും. മുളക് പൊടി ചേർക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. മുളക് പൊടി ഇട്ട് കൊടുത്തു. വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇളക്കി കൊടുത്തു. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ച നാരങ്ങ കൂടി ഇട്ട് വഴറ്റണം. പിന്നെ ഉപ്പ്, കായംപൊടി ചേർത്ത് കൊടുത്തു. ഉലുവപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, ഇനി അതിൻ്റെയും എല്ലാം കൂടി കയ്പായാലോ. അച്ചാർ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫൈനലി നമ്മൾ ആപ്പിൾ സിഡർ വിനെഗർ ചേർത്ത് കൊടുക്കുകയാണ്. ഈ കുപ്പിയിൽ ഇത് തീർന്നിട്ടുണ്ട് കേട്ടോ, ഉള്ളത് മുഴുവൻ ചേർത്തു. ഇനി നോക്കട്ടെ ഇത് മതിയോ എന്നുള്ളത്. ഇതിൽ കയ്പ് കുറഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത ബോട്ടിൽ ഉടനെ വാങ്ങുമല്ലോ. അപ്പം നമ്മൾ അതിന്ന് കുറച്ചുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സിന്തറ്റിക് വിനെഗർ ഞാൻ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറില്ല കേട്ടോ. വെജിറ്റബിൾസ് കഴുകാനാണ് ഞാൻ സിന്തറ്റിക് വിനെഗർ ഇവിടെ വാങ്ങി കൊണ്ടുവയ്ക്കാറ്. ഭക്ഷണത്തിലേക്കാണെങ്കിൽ അധികം വിനെഗർ ചേർത്ത അച്ചാറൊന്നും ഉണ്ടാക്കാറില്ല. ഇതുപോലെ ഈ കയ്പുള്ള നാരങ്ങയൊക്കെ ആയതുകൊണ്ട് ചേർത്തതാണ്. ഇപ്പോൾ എൻ്റെ മാങ്ങാച്ചാറും നാരങ്ങ അച്ചാറും റെഡിയായി. എന്നാൽ പിന്നെ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.